പേര് പറയപ്പെട്ട കുടുംബങ്ങളുണ്ട്. നമ്മൾ സാധാരണ ദേവദാസന്മാരായ എല്ലാവരും അനുഗ്രഹ പ്രാർത്ഥന നടത്തുമ്പോൾ പറയുന്ന ചില കുടുംബങ്ങളുടെ പേരുണ്ട്. ഒന്ന് കാണാൻ പറയാമോ? ഏതൊക്കെയായിരിക്കും? തലേ കൈവച്ച് പറയുന്ന കുടുംബങ്ങളുടെ പേരുണ്ട്. അബ്രഹാമിനോടുകൂടെ സാറയും, ഇസാക്കിനോടുകൂടെ റിബേക്കയും, യാക്കോബിനോടുകൂടെ റാഹേലിനെയും. സത്യത്തിൽ രണ്ടുണ്ട്, ലേയുണ്ട്, റാഹേലുമുണ്ട്. ഒറിജിനൽ പർപ്പസ് ഒന്നുണ്ടായിരുന്നെങ്കിലും വന്ന് കയറി രണ്ടുപേര്, യാക്കോബിൽ റാഹേലിനെയും ലേയും. എന്നാലും അവരെ ദൈവം അനുഗ്രഹിച്ചു. അത് ദൈവത്തിനൊരു കൃപയാണ്. അവരാണ് ഇസ്രായേൽ ഗ്രഹം. അപ്പോൾ പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ നമ്മൾ പേര് പറയുന്ന ആരാണ്? ബോവസിനോടുകൂടെ രൂത്തിനെ. പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അഖില്ലാതും പ്രിസ്കില്ലേ. അപ്പോൾ അങ്ങനെ കുറേ ദമ്പതികളുടെയാണ് പേര് നമ്മൾ പറയുന്നത്. ഒത്തിരി കുടുംബങ്ങളുടെ വേദവസ്ഥയിലുണ്ടെങ്കിലും ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കൂടെ പേര് പറയുന്ന ആ ചില കുടുംബങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അവിടെ ഈ ബൈബിളിൻ്റെ വേദപുസ്തകത്തിൻ്റെ ചുരുളുകളെ നമ്മളിങ്ങനെ ഒന്ന് അഴിച്ച് പഠിക്കാൻ തുടങ്ങിയാൽ ഒരു കാര്യം സത്യമാണ്, ജീവിതത്തിൻ്റെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ജീവിതം മനസ്സിലാകണമെങ്കിൽ വേദപുസ്തകം മനസ്സിലാകണം. വേദപുസ്തകത്തിൻ്റെ പൊരുൾ അഴിയുമ്പോഴാണ് ജീവിതത്തിൻ്റെ ചുരുളുകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും ഏറ്റവും നല്ലത് വേദപുസ്തകം തന്നെയാണ്. വേദപുസ്തകത്തിൽ പറയപ്പെട്ട കുടുംബങ്ങൾ, അവിടെ പ്ലസ് മൈനസ് എല്ലാം നമുക്ക് നോക്കാം. ഈ പ്ലസും മൈനസും നമ്മൾ ചിന്തിക്കുന്നത് ചിലത് നമുക്ക് കരസ്ഥമാക്കാനുണ്ട്, അപ്പം തന്നെ ചിലത് നമുക്ക് ഒഴിഞ്ഞു മാറാനുണ്ട്. ഇതിനെല്ലാം കൂടിയാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ഇതെല്ലാവർക്കും മനസ്സിലാക്കാൻ ഒക്കുന്ന സന്ദേശമാണ്. അബ്രഹാമിനെയും സാറായി ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഈ കേൾക്കുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ഓർമ്മയോടൊക്കെ ഇരിക്കുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ദൈവം തമ്പുരാൻ കുടുംബത്തെ സൃഷ്ടിക്കുന്നത്? ശാന്തമായിട്ട് ചിന്തിക്കുക. മക്കളെല്ലാവരും എടുക്കുക. പുസ്തകമുള്ളവരൊക്കെ പുസ്തകം എടുത്ത് വെക്കുക. കുറിക്കുന്ന സ്വഭാവം ഉണ്ടവരുണ്ടെങ്കിൽ കുറിക്കുക. ലൈവ് കേൾക്കുന്നവരുണ്ട്. എനിക്ക് ലൈവ് സംസാരിക്കുമ്പോൾ ഇച്ചിരി പേടിയുണ്ട്. ഒന്നാമത്തെ കാര്യം, മനസ്സ് തുറന്ന് സംസാരിക്കാനൊക്കത്തില്ല. കാരണം നമ്മൾ ഈ പർട്ടിക്കുലർ കോണ്ടസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളെ കണ്ടുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എനിക്ക് ഇവരെ ആരെയും കാണത്തില്ല. അപ്പോൾ ആരാ ശ്രദ്ധിക്കുന്നത്? നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്ക് ഓരോ ദൂതൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. അപ്പം എന്നാലും ദൈവം എല്ലാവരെയും സഹായിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ലൈവിൽ കാണുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് വലിയൊരു ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന തൂലികയുടെ പ്രവർത്തകരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവർ പലപ്പോഴും അവരുമായിട്ട് ആത്മീയ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ദൈവം അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത് വലിയൊരു പ്രവർത്തനമാണ്, ഈ യൂട്യൂബ് ലൈവിലൂടെയുള്ള പ്രവർത്തനം. കാരണം നമുക്ക് യാദൃശ്യമായിട്ടൊക്കെ ആണെങ്കിലും പലരും ഇത് കാണും. അങ്ങനെ കണ്ട ഒത്തിരി അനുഭവങ്ങളെ എനിക്ക് പലയിടത്ത് വെച്ച് ഉണ്ടായിട്ടുണ്ട്. ഗുണവും ഉണ്ടായിട്ടുണ്ട്, ദോഷം ഉണ്ടായിട്ടുണ്ട്. ഗുണം നമ്മൾ എവിടെ വെച്ചാലും കാണുമ്പോൾ നമ്മളെ അറിയും എന്നുള്ളതാണ് ഗുണം. രണ്ടാമത്തെ ഒരു വലിയ സന്തോഷം ഉണ്ടായത്, ഞാനൊരിക്കൽ ഫ്ലൈറ്റേ കയറുകയാണ്. ഫ്ലൈറ്റേ കയറി വരുമ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അച്ചാനി ഇവിടെ ഇരുന്നു, ഞാൻ പ്രസംഗം കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി എന്നെ പുള്ളി എൻ്റെ സീറ്റിൽ പോയിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ അനുഗ്രഹങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലയിടത്ത് വെച്ച് ഒത്തിരി പേരെ ഇതുകൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്, നന്മയുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, എല്ലാ ശുശ്രൂഷകളെയും ദൈവം മാനിക്കട്ടെ. എനിക്ക് ഈ നമ്മൾ ഈ ടി വിയിലൂടെയൊക്കെയുള്ള ശുശ്രൂഷകളെ കുറച്ചുകൂടെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകണം. കാരണം അതൊരു വലിയ ദൈവിക ദൗത്യമാണ്. അന്ത്യകാലത്ത് സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കായിട്ട് കർത്താവ് ഒരുക്കുന്ന ഒരു സംഭവം. എനിക്കൊരു രസകരമായ അനുഭവം ഉണ്ടായി. ശുശ്രൂഷകരൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെ ഈ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ കേരളത്തിന് പുറത്ത് നമ്മുടെ ഇന്ത്യക്കകത്തൊരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നുപോയി. വേറൊരു ഭാഷയിലാണ്. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കുക. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഒരു സഭയാണ്. അപ്പോൾ അദ്ദേഹം ആ ദേശക്കാരനായിട്ട് ജനിച്ചു വളർന്നവനാണ്. അപ്പോൾ ആ ഭാഷയൊക്കെ പുള്ളിക്ക് ഇങ്ങനെ കൈവെള്ളക്കൊണ്ട്, അവിടെ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളമല്ല, ആ ഭാഷയാണ്. അപ്പോൾ അവിടെ ഇന്ന് ഞാൻ കുടുംബ സെമിനാറിന് വേണ്ടി പോയതാണ്. ഫാമിലി സെമിനാർ എടുക്കുമ്പോൾ എനിക്ക് പരിചയമില്ലാത്ത, ഞാനവിടെ പോയിട്ടുണ്ട്, ഒത്തിരി പുതിയ ആൾക്കാരിരിക്കും. അപ്പോൾ വളരെ അട്ടിത്തൊക്കെ ഉള്ള കുറേ പേര് പുതുതായിട്ടൊക്കെ കുറേ ദമ്പതികൾ വന്നിരിക്കുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കഴിക്കാൻ വന്നപ്പോൾ പ്യുവർ വെജിറ്റേറിയൻ ഫുഡാണ്.
അപ്പം ഇദ്ദേഹം ഭയങ്കര മണ്ണാണ് ഈ എന്നെ കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ ഓർത്ത് ഞാനോട് ചോദിച്ചു, നീ സഹോദരൻ എന്നാ ഡയറ്റിൻ്റെ ഭാഗമായാന്ന് ചോദിച്ചു. കാരണം എനിക്ക് അദ്ദേഹത്തെ അറിയാം എന്നാ പറഞ്ഞു. അതുകൊണ്ടല്ല, ആ വന്നിരിക്കുന്നവരെല്ലാം വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവരാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അവർ വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ആ പ്രാദേശിക ഭാഷയിൽ ഈ ഒരു ലോക്കൽ ചാനലിൽ സന്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സന്ദേശം കൊടുക്കും. ഈ സന്ദേശം റെക്കോർഡ് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. ആരും മുമ്പിൽ കാണത്തില്ല, സ്റ്റുഡിയോയിൽ വന്നിരിക്കും, സ്റ്റുഡിയോക്കാർ വരും, അവർ നമ്മളോട് പറയും ഇന്ന് മുഴുവൻ നിങ്ങൾക്കാണ് 8 എപ്പിസോഡ് 10 എപ്പിസോഡ് നമ്മുടെ ചാറ് ഊറ്റും. കാരണം ആരും മുന്നേ ഇല്ല. 8 എപ്പിസോഡ് 10 എപ്പിസോഡൊക്കെ ഇങ്ങനെ അവർക്ക് റെക്കോർഡ് ചെയ്യാവുന്നിടത്തോളം അവരെന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ഈ ഭയങ്കര നിയോഗങ്ങളാണ്. നമ്മളോർക്കും ഇതെല്ലാം കള്ളത്തരാണ്, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അനുഭവം പറയുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു ദിവസം ഇതിങ്ങനെ ടെലികാസ്റ്റ് ചെയ്തു. അപ്പോൾ അവസാനം ആ റെക്കോർഡ് ഇത് ചെയ്യും, ലൈവല്ല, TV അല്ലേ. അപ്പം ചെയ്യുമ്പോൾ അവസാനം പ്രാർത്ഥിക്കും, കുറേ ദൂതൊക്കെ പറയുന്നു. നമ്മുടെ ഇടയിൽ എന്തുണ്ട്, ദൂതും പ്രവചനമൊക്കെ ഉണ്ട്. അദ്ദേഹം കുറച്ച് ദൂതും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരിത് കേൾക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചത്, ഈ ഒരു സഹോദരി ഇങ്ങനെ കേൾക്കുമ്പോൾ അവരിങ്ങനെ ചാനൽ മാറ്റി വരുമ്പോഴാണ് ഇത് കേൾക്കുന്നത്. അപ്പോൾ അവരോട് ഈ ചാനലിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ദൈവദാസൻ പറയുകയാണ്, സഹോദരി ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഷയിലാണ് പറയുന്നത്. നിങ്ങളിത് കേൾക്കാൻ വേണ്ടി ഇരുന്നതല്ല, പക്ഷേ യാദൃച്ഛിക ചാനൽ മാറി വന്നപ്പോഴാണ് ഇത് കേട്ടത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് മാറ്റരുത്. കർത്താവിന് നിങ്ങളോട് ഒരു കാര്യം പറയാനായിട്ടുണ്ട്. നിങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ അവർ ഭയങ്കര കടത്തിലാണ്. അദ്ദേഹം ഇച്ചിരി പൈസയ്ക്ക് വേണ്ടി വീണ്ടും ഒരാളെ സമീപിക്കാൻ പോയിരിക്കുകയാണ്. ആ പൈസ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ വിഷം മേടിക്കുകയാണ്. പെട്ടെന്ന് വിളിച്ച് പറയണം, വിഷം മേടിക്കേണ്ട, കർത്താവുണ്ടെന്ന്. അപ്പോൾ ഇവരിത് ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അച്ഛനെ വിളിച്ചു, അച്ഛനെ വിടാ, ഇടി പൈസ കിട്ടിയില്ല, ഞാൻ ചാകാൻ വിഷം മേടിക്കുക, നമുക്കൊന്നിച്ച് ചാകാൻ പോകും. തണ്ടച്ചാ ചാകരുത്, വിഷം മേടിക്കേണ്ട. ആര് പറഞ്ഞു? ഒരാൾ TV കൂടെ പറയുന്നു. ആരോ പറയുന്നു, നമ്പർ മേടിക്കാൻ പറഞ്ഞു. അവരപ്പോൾ അടിയിൽ ഈ നമ്പർ പറഞ്ഞപ്പോൾ അത് കുറിച്ചെടുത്തു. ഒത്തിരി കുടുംബങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ എപ്പോഴാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല, എപ്പോഴാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ശുശ്രൂഷകളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു ജോലിയുണ്ട്, ഇതിനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ കഴിയണം. ഇത് കാണുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാവരും കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് രാത്രി ഈ ലൈവിലൂടെ നമ്മളെ വാച്ച് ചെയ്യുന്ന ആരൊക്കെയോ നമുക്കറിയത്തില്ല, എനിക്കും അറിയില്ല, അവരെല്ലാം ഒരു നിമിഷം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചൊന്നും സ്തോത്രം ചെയ്തേ. തകർന്ന കുടുംബങ്ങളെ പണിയുന്ന ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ നമുക്ക് ബൈബിളിലെ കുടുംബങ്ങളെക്കുറിച്ച് വേഗത്തിൽ ചിന്തിക്കാം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്നോട് ഒറ്റ കാര്യം നിർത്തുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് ദിവസം ആയതുകൊണ്ടാണ് അച്ചായനത് പറയാഞ്ഞത്. കാരണം നാളെ നിങ്ങളെ ആരെയും അച്ചായനെ കാണണ്ട. എന്നോടൊന്നും പറഞ്ഞില്ല. പറഞ്ഞോ അച്ഛാ? ഇല്ല, കണ്ടോ, അച്ചായൻ പറഞ്ഞില്ല. ഒന്നീ അച്ചായൻ പറയാൻ വിട്ടുപോയി, അല്ലെങ്കിൽ പറയിപ്പിച്ചില്ല ദൈവം. ഏതായാലും കൊള്ളാം, എന്നാലും പേടിക്കേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് സന്തോഷത്തോടിരിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് കുടുംബം സ്ഥാപിക്കും. എന്തിനാണ് കുടുംബം സ്ഥാപിച്ചെന്ന് നമുക്കറിയാം. കുടുംബം സ്ഥാപിച്ചത് ദൈവത്തിൻ്റെ വലിയൊരു ദൗത്യമാണ്. കുടുംബത്തിൻ്റെ സ്ഥാപനം ദൈവമാണ്. അതൊക്കെ നമുക്ക് അടിസ്ഥാനപരമായിട്ട് അറിയാവുന്ന കാര്യം. എന്തിനു വേണ്ടിയാണ് ദൈവം സ്ഥാപിച്ചത്? 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ദൗത്യങ്ങൾ 3ആണ്. 1 സൃഷ്ടിക്കുന്ന ദൈവം, 2 രക്ഷിക്കുന്ന ദൈവം, 3 പരിപാലിക്കുന്ന ദൈവം. ഈ 3 ദൗത്യങ്ങളിലേക്കും ദൈവം മനുഷ്യനെ ഒരു വിളി കൊടുത്തു, ഒരു പാർട്ട്ണർഷിപ്പ് കൊടുത്തു. അതാണ് എന്തെന്ന് പറയുന്നത്? കുടുംബം ഒരു പാർട്ട്ണർഷിപ്പാണ്. ദൈവത്തിൻ്റെ ദൗത്യങ്ങളിലേക്കുള്ള ഒരു വിളിയാണ് കുടുംബം എന്ന് പറയുന്നത്. എന്തിനാ മോനെ കല്യാണം കഴിച്ചത്? ഒന്നും കഴിക്കാതിരുന്നപ്പം കഴിച്ചു. എന്തോന്ന്? കല്യാണം. ഒന്നും കഴിക്കാതിരുന്നപ്പം കഴിച്ച കാര്യമല്ല കല്യാണം, ആണോ? അല്ല, ഒന്നും കഴിക്കാനില്ലപ്പം കഴിച്ച കല്യാണമാണ് തകർന്നു പോകുന്നത്. എല്ലാവരും ഒരുങ്ങി വേണം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ. കാരണം അതൊരു വിളിയാണ്. എന്തിനുള്ള വിളി? ദൈവത്തിൻ്റെ ദൗത്യങ്ങളിൽ പങ്കുചേരാനുള്ള വിളി. എല്ലാവരും പറഞ്ഞ് ദൈവത്തിൻ്റെ ദൗത്യങ്ങളിൽ പങ്കുചേരാനുള്ള വിളിയാണ് കുടുംബം. അങ്ങനെ ദൈവം മനുഷ്യന് ആ വിളി കൊടുത്തിട്ട് ദൈവം മനുഷ്യനെ തോട്ടത്തിലാക്കി വെച്ചു. അവർ ഭയങ്കര സന്തോഷമായിരുന്നു. എന്നും സന്ധ്യയാകുമ്പോൾ ആര് വരും? ദൈവം വരും. അതൊക്കെ ഒന്ന് നിന്ന് പറയണമെന്നുണ്ട്, സമയമില്ല. അപ്പോൾ അങ്ങനെ ആ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് ഏതാണ്ട് തോട്ടത്തിലാക്കി വെച്ചു. പക്ഷേ പിശാച് വന്നു. പിശാചിന് ഭയങ്കര കഴിവുണ്ട്. കള്ളത്തെ സത്യമായിട്ട് പറയാനുള്ളൊരു കഴിവ് ആർക്കുണ്ട്? പിശാചിനുണ്ട്. പിശാച് കള്ളം പറഞ്ഞാൽ എന്താണെന്ന് തോന്നും? സത്യമാണെന്ന് തോന്നും. സത്യമായിട്ട് ഇതിനെ അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? പിശാചിനുണ്ട്. അപ്പോൾ ആ പിശാച് ഇങ്ങനെ കള്ളം സത്യം പോലെ അവതരിപ്പിച്ചു. അതിൻ്റെ കെണിയിൽ മനുഷ്യൻ പെട്ട് പാപം ചെയ്തു. അതോടുകൂടി ആദ്യ കുടുംബം തോട്ടത്തിന് പുറത്താക്കപ്പെട്ടു.
അത് കഴിഞ്ഞ് ദൈവം അവർക്ക് മക്കളെ കൊടുക്കുന്നു. കയീനും ഹാബേലുമാണ്. പിന്നെ മുമ്പോട്ട് പോവുകയാണ്, വംശപാരമ്പര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നു. ചേട്ടൻ അനിയനെ കൊല്ലുന്നു. ഇതിൻ്റെ എല്ലാം കാര്യം ഒറ്റ കാര്യമാണ്, ചേട്ടൻ അനിയനെ കൊന്നു. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. ചേട്ടനും അനിയനും കൂടെ എവിടോട്ട് പോയി? വയലിൽ പോയി. ചേട്ടനും അനിയനും കൂടെ കളിക്കാൻ പോയി, വർത്തമാനം പറയാൻ പോയി. ചേട്ടൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് ആര് പോയി? അനിയൻ പോയി. ലോകത്തിലെ ഏറ്റവും വലിയൊരു ബന്ധമാണ് ആര് തമ്മിൽ? ചേട്ടൻ അനിയൻ അല്ലേ? അതുകൊണ്ട് തന്നെ സ്കൂളിൽ വെച്ച് എനിക്ക് ഭയങ്കര നമ്മൾ അധികം അടി ഉണ്ടാക്കത്തില്ലായിരുന്നു. അധികം ഉണ്ടാക്കാതെല്ലാം ചോദിച്ചാൽ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്നവരുമായിട്ട് അടി ഉണ്ടായാൽ ഈ ഇൻ്റർവെല്ലിടുമ്പം അവൻ്റെ ചേട്ടന്മാരടിക്കാൻ വരും. എന്നെ അടിച്ച ആരും ചോദിക്കാനില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമായിരുന്നു. അതേസമയം ചേട്ടന്മാരുണ്ടെങ്കിൽ എന്നെ ഒരിക്കൽ ഞാൻ ഈ പത്തനാം വഴിക്കൂടെ പോകുമ്പോൾ റോഡിലിട്ട് ഒരു ഈ വഴിയിൽ വഴക്കുണ്ടായി. വണ്ടിയിൽ കണ്ട കാര്യം, ഈ പത്തനാപുരത്ത് വെച്ച് കണ്ട കാര്യം, ചങ്ക് പറഞ്ഞു പോയ കാര്യം. റോഡിലിട്ട് ഒരു വണ്ടി ഇരുന്നവരെ വേറെ ബൈക്കേ വന്നൊരു 3 പിള്ളേരെ കയറി അടിച്ചങ്ങ് ശരിയാക്കാം. ഇപ്പോഴത്തെ അത് ഞാൻ വരാം അതിലേക്ക്. അപ്പോൾ അടിക്കുകയാണ്, അതിൻ്റെ കാരണമുണ്ട്. അപ്പോൾ അടിക്കുകയാണ്, അടിച്ച് കുറേ ആരും നോക്കുന്നില്ല. അപ്പോൾ എനിക്കങ്ങ് സങ്കടം വന്നു ഈ അടി കൊണ്ടിട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഇറങ്ങി ചെന്നപ്പോൾ തന്നെ നമുക്കങ്ങ് ഉൾഭീതിയും തോന്നി. അപ്പോൾ അവിടെ ഒരു ഇസ്ലാം സഹോദരൻ നിൽപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം തോന്നുന്നു ഇസ്ലാമാണോ അതോ ആന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം ഇടപെട്ടിനകത്ത് പിള്ളേരെ പോയിനിടാന്നൊക്കെ പുള്ളി ഇറങ്ങി പറഞ്ഞപ്പോഴാണ് ഈ പിള്ളേർ പോകുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു മനുഷ്യനുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പിടിച്ചു മാറ്റാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവന്മാരുടെ ഭാവം കണ്ടോ, അടിച്ചു കൊല്ലാൻ വരുന്ന മട്ട് കാണാം. അപ്പം എൻ്റെ കൂടെ എൻ്റെ ചേട്ടനും അനിയന്മാരും 3 പേരുണ്ടായിരുന്നു. ഞാനിപ്പം പിടിച്ചു മാറ്റായിരുന്നു. ഞാൻ ചോദിച്ചാൽ അതാ എന്നാ കാര്യം? ചേട്ടാനിയന്മാരും 3 കൂടെ അടിക്കാൻ പിടിച്ചു മാറ്റിയാൽ തല്ലിക്കൊന്നാലും മാറത്തില്ല. ഇവിടെ നിൽക്കുന്ന നിങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ കയറി പിടിച്ചു മാറ്റിയാൽ നിങ്ങളെല്ലാം ഓടും. നിങ്ങളെല്ലാം എന്ത് ചെയ്യും? ഓടും. എൻ്റെ ചേട്ടനിയനെ എൻ്റെ കൂടുതൽ. അപ്പോൾ എന്നോട് ചോദിച്ചു താങ്കൾ ഓടുമോ? ഞാൻ പറഞ്ഞു അറിയത്തില്ല. പിള്ളേരെ ഓർത്താൽ ചിലപ്പം പിള്ളേരെ ഓർത്തില്ലെങ്കിലും ഈ നമ്മുടെ ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഓടിപ്പോവും. എന്നാലും എൻ്റെ രക്തം ഇങ്ങനെ തിളയ്ക്കുകയാണ്. നമ്മുടെ അകത്തെല്ലാം ഒരു രക്തം കിടപ്പില്ലേ, അതിങ്ങനെ തിളയ്ക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളി എന്നോട് കുറേ കാര്യം പറയണം. ഈ അടിക്കിടെ പുള്ളി എന്നോട് ഫിലോസഫി പറഞ്ഞു, അടിക്കാൻ പോവുകയാണെങ്കിൽ ചേട്ടാനിമാരൊന്നിച്ചേ പോകാവും. കാരണം ചത്താലും എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. അതൊരു പരമാർത്ഥമാണ്. ചത്താലും എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. അപ്പോൾ അത്ര ഒരു ബന്ധമാണ് ചേട്ടനനിയൻ. പക്ഷേ ഈ ചേട്ടനും അനിയനും കൂടെ പോയിട്ട് ചേട്ടൻ ആരെ കൊന്നു? അനിയനെ കൊന്നു. എന്താ കാര്യം അറിയാതെ ഈ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പനും അമ്മയും കൂടെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അവന് ആദാമിനോട് വന്ന് ചോദിച്ചു, നീ എന്തിനാ കഴിച്ചത്? എൻ്റെ കുറ്റമല്ല. ആര് തന്നു? ഈ സ്ത്രീ തന്നു. അതിന് മുമ്പേ വിളിച്ച എന്നാണെന്നറിയാമോ? ഇവളെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും. പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒറ്റയടിക്ക് ആരായി? സ്ത്രീയായി. മനസ്സിലായോ? അപ്പോൾ ഇവർ തമ്മിൽ അങ്ങ് അകന്നു. ഇവരകുന്നത് കൊണ്ടായിരിക്കണം ആര് തമ്മിൽ അകന്നത്? മക്കൾ തമ്മിൽ അകന്നു. അപ്പം മക്കൾ അകലാൻ കാര്യം ആരുടെ അകൽച്ച? അപ്പൻ്റെ അമ്മയുടെ അകൽച്ച. അപ്പനും അമ്മയും അകന്ന ഉറപ്പാണ്. ആരകലും? മക്കളകൽ. ഒത്തിരി തെളിവുണ്ട് വേദോസത്തിൽ. അപ്പം അങ്ങനെ വേറെ എങ്ങും നമുക്ക് തപ്പുണ്ട്. വേദോസത്തിൽ ഒത്തിരി തെളിവുണ്ട്. അപ്പോൾ ആദമും ഹവ്വയും പാപം ചെയ്യുന്നു. അത് കഴിഞ്ഞ് കയീനും ഹാബേലും ചേട്ടൻ അനിയനെ കൊല്ലുന്നു. വീണ്ടും ചരിത്രം മുമ്പോട്ട് പോകുന്നു. കുടുംബങ്ങളുടെ ചരിത്രങ്ങളാണ് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ മുമ്പോട്ട് പോയിട്ട് 6-ാമത് അധ്യായത്തിലേക്ക് എത്തിയപ്പോഴത്തേന് ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത പെരുകി. അതെനിക്കൊന്ന് നിന്ന് പറയണമെന്നുണ്ട്. 6-ാമത് അധ്യായത്തിൽ ഞാൻ ഈ ദിവസങ്ങൾ ഒത്തിരി എടുത്ത് പറഞ്ഞു. വീണ്ടും വീണ്ടും ധ്യാനിക്കും തോറും കർത്താവ് എന്നോട് പറയാനും അതിൻ്റെ റിസൾട്ടും വലുതായതുകൊണ്ടാണ്. 6-ാം അധ്യായത്തിൽ മനുഷ്യന് ഒരു പെട്ടകം പണിതു. എന്തോരം എത്തുന്ന പെട്ടകം? ആകാശം വരെ എത്തുന്ന ഒരു പെട്ടകമല്ല. എന്ത് പണിതു? 6-ാം അധ്യായത്തിൽ പെട്ടകം പണിയുന്നു. 11-ാം അധ്യായത്തിലാണ് ഗോപുരം പണിയുന്നത്. 6-ാം അധ്യായത്തിൽ പെട്ടകം പണിയാനുള്ള കാരണമുണ്ട്. ഭൂമി മനുഷ്യൻ്റെ ദുഷ്ടത പെരുകി. എന്താണെന്ന് ചോദിച്ചാൽ ബോധിച്ച ഏവരെയും എന്തായിട്ട് എടുത്തു? ഭാര്യമാരായിട്ട് എടുത്തു. അവിടെ അബദ്ധം പറ്റിയെന്നാന്ന് ചോദിച്ചാൽ ആദാമിന് ഹവ്വയെ കൊടുക്കുകയായിരുന്നു. എന്നാൽ 6-ാം അധ്യായത്തിൽ വന്നപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? എടുക്കാൻ തുടങ്ങി. ഒരിക്കലും കുടുംബം എടുക്കരുത്. ആര് തരണം? ദൈവം തരണം. ഇന്ന് പറ്റുന്നത് എടുക്കുകയാണ്. എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. കൊടുക്കുന്നത് വേറൊരാളാണ്, എടുക്കുന്നത് അവരവരുടെ ഇഷ്ടത്തിനാണ്. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാൻ പാടില്ല? എടുക്കാൻ പാടില്ല. ഇവിടെയാണ് കാണുന്നത് ബോധിച്ച ഏവരെയും ഭാര്യമാരായിട്ട് എടുത്തു എന്ന് കാണാം. എടുത്തപ്പം എന്ത് പെരുകി? ദുഷ്ടത പെരുകി. അപ്പം ദൈവം മനുഷ്യനെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. എങ്ങനെ തീരുമാനിച്ചു? വെള്ളപ്പൊക്കം കൊണ്ട് 40 ദിവസത്തെ ഒരു വെള്ളം പൊങ്ങുന്നു. അപ്പം ദൈവം നോഹയോട് പറഞ്ഞു, നീ എന്ത് പണിയണം? പെട്ടകം പണിയണം. അങ്ങനെ ആ കുടുംബം പെട്ടകം പണിതു. പെട്ടകത്തിന് എത്ര പേര് കയറി? 8 പേര് കയറി. 3 മക്കൾ, അവരുടെ ഭാര്യമാർ, അപ്പന്, അമ്മ. എനിക്കിഷ്ടം തോന്നി ആ കുടുംബത്തോട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത് നോഹയുടെ മരുമക്കളോടാണ്. അവരെ
ചെറുക്കന്മാരുടെ പെണ്ണുങ്ങൾ ഈ അമ്മായിപ്പം പറഞ്ഞപ്പം പെട്ടകത്തിൽ കയറാൻ തയ്യാറായതുകൊണ്ടാണ് ആ വീട് രക്ഷപ്പെട്ടത്. ഒരു പെണ്ണ് ഇടഞ്ഞു നിന്നായിരുന്നെങ്കിൽ കഥ മുഴുവൻ മാറിപ്പോയേനെ. ഇന്നങ്ങനെയാണ്, ഒരുമിച്ച് പോകാൻ നിൽക്കുമ്പോൾ ഒരു പെണ്ണ് പറയും ഞാൻ പോത്തില്ലെന്ന്. അതോടുകൂടി ആകെ തെറ്റത്തില്ലേ. ഇപ്പം ഞാൻ വരുന്നില്ല, വന്നാലും ഞാൻ വരത്തില്ല. അവൾ വന്നില്ല, പിന്നെ അവിടെ കെട്ടിയവൻ എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. അപ്പോഴത്തേന് ഈ ഹാർമണി മുഴുവൻ അങ്ങ് പോകും. അവർ ഇളയ ചെറുക്കനാണെങ്കിൽ മിക്കവാറും അമ്മ പറഞ്ഞേ, മനുഷ്യ നിങ്ങൾ വെക്കും, എൻ്റെ കൊച്ചനില്ല, ഞാൻ എന്ത് ചെയ്യുന്നേ ഇല്ല. അപ്പം കുറച്ചെങ്കിലുമൊക്കെ അമ്മ ഇപ്പം പറയുന്നത് എന്ത് ചെയ്യണം, കേൾക്കണം. ഇനി കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിലും തറുതല പറയാതെ കേൾക്കുക, മിണ്ടായിരിക്കുക, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യുക. പക്ഷേ ഒരു കാരണവശാലും തിരിച്ചെന്ത് ചെയ്യരുത്, പറയാം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ അങ്ങ് ചെയ്യും. ഞാൻ എല്ലാ മരുമക്കളും പറയുന്ന കാര്യമുണ്ട്, മാ നിറച്ച് അമ്മയെന്ന് അങ്ങ് വിളിക്കണം, അമ്മ എന്നെ ചോദിക്കണം, എന്നാൽ അമ്മ ഒത്തിരി കാര്യം പറയും. പക്ഷേ ഒരു കാരണവശാലും നിങ്ങളത് അനുസരിക്കരുത്, പക്ഷേ തിരിച്ചു പറയരുത്. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് ചെയ്യുക. അമ്മച്ചി എന്ന് പറഞ്ഞാൽ അമ്മച്ചി ഓക്കെ ആവും. അത്രയൊക്കെ പോരെ, മതി. അതിൽ കൂടുതൽ എന്തോ പറഞ്ഞു തരണ്ടേ. അപ്പോൾ ഏതായാലും ഈ കൊച്ചുങ്ങൾ കയറി 8 കയറി വീണ്ടും ചരിത്രം മുമ്പോട്ട് പോയപ്പോൾ 11-ാമത് അധ്യായത്തിൽ എത്തി. അപ്പം 8 പിന്നെയും വർദ്ധിച്ച് ഈ അധ്യായം കടയിൽ ഒത്തിരി ഗ്യാപ്പുണ്ട്. പെട്ടെന്നാണ്, അന്ന് ഈ മനുഷ്യന് ഭയങ്കര ആയുസല്ലേ, പെട്ടെന്നാണ് ഈ ചരിത്രം ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ആൾക്കാർ എണ്ണം കൂടി, നിമ്രോദിൻ്റെയൊക്കെ കാലമായി. അപ്പോൾ ആ സമയത്ത് വന്നപ്പോഴത്തേന് ഇവരൊരു ബാബേലിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. ബാബേലിലാണ് ബാബേലി ആരാധനകളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ 11-ാം അധ്യായം എത്തിയപ്പോഴത്തേന് ഇവരൊരു ഗോപുരം പണിതു. എന്ത് വരുത്തുന്ന ഗോപുരം? ആകാശം വരെ എത്തുന്ന ഒരു ഗോപുരം പണിതു. എല്ലാവരും പറഞ്ഞ് എന്ത് വരെ എത്തുന്ന ഗോപുരം? ആകാശം വരെ എത്തുന്ന ഗോപുരം പണിത് ദൈവത്തെ തോപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം ഇനിയും വെള്ളപ്പൊക്കം കൊണ്ട് വന്നാൽ ഞങ്ങളെല്ലാം കൂടെ എവിടെ കയറിയിരിക്കും? ഗോപുരത്തിൽ കയറിയിരിക്കും. അപ്പം തമ്പുരനെ തോപ്പിക്കാൻ വേണ്ടി ഒരു പണി ഇണക്കിയതാണ്. പക്ഷേ ദൈവത്തെ തോപ്പിക്കാനൊക്കെ ഒക്കത്തില്ല. അപ്പോൾ എന്തോ കലങ്ങിപ്പോയി, ഭാഷ കലങ്ങിപ്പോയി. ഇതൊരു അടിസ്ഥാന പ്രശ്നമാണ്. ഇന്ന് കുടുംബങ്ങളിൽ പ്രശ്നം ഒരു കലക്കമുണ്ട്. ഒരു കാര്യമില്ലാതാണ് എന്ത് കലങ്ങുന്നത്? ഭാഷ കലങ്ങുന്നത്. ഒരു കാര്യമില്ലാതെ ഭാഷ കലങ്ങുന്നത്. എന്തിനാണെന്ന് നമുക്ക് പോലും അറിയത്തില്ല. ഒരു കാര്യമില്ലാതാണ് വഴക്കുണ്ടാകുന്നത്. എന്താണെന്ന് അറിയത്തില്ല. എന്തോ കലക്കുക, ഭാഷ കലങ്ങും. ഈ ഭാഷ കലങ്ങുമ്പോൾ എന്തോ പറ്റുമെന്നറിയോ? ചിലപ്പം കൊതിച്ച് ഫ്രൈഡ് റൈസ് പിടിക്കുന്ന അമ്മമ്മ കഷ്ടപ്പെട്ട് ഫ്രൈഡ് റൈസ് വെക്കുന്ന അന്നായിരിക്കും ഈ കലക്കം ഉണ്ടാകുന്നത്. ചെറുക്കത്തിൽ ആരും എന്ത് കഴിക്കത്തില്ല, പിള്ളേർ മാത്രം കഴിച്ചിട്ട് കിടക്കും. ഈ വെച്ച അമ്മ ഇത് കഴിക്കത്തില്ല. കാരണം ഒരു കാര്യമില്ലാതെ ഒരു പിണക്കം ഉണ്ടായി. അത് എതുവഴിയെങ്കിലുമൊക്കെ കയറി വരും. ചിലപ്പം കയറി വരുന്നത് പിള്ളേരിൽ കൂടെ ആയിരിക്കും, ചിലപ്പം കയറി വരുന്നത് വേറെ ആരെങ്കിലും കൂടെ ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലാണെന്ന് അറിയത്തില്ല. എന്ത് കലങ്ങിപ്പോവും? ഭാഷ കലങ്ങിപ്പോവും. ഈ ഭാഷ കലങ്ങുന്ന ഒരു ദുഷ്ടശക്തി എല്ലായിടത്തും ഉണ്ട്. ഞാനതിന് ഇത് പറയാൻ വേണ്ടി പറയുന്നൊരു ഉദാഹരണമുണ്ട്. എന്നെ കർത്താവ് പഠിപ്പിച്ച ഉദാഹരണം. ഭാഷ ചെറിയ ഒരു കാര്യമില്ല. ഞാൻ ആദ്യമായിട്ട് കൺവെൻഷൻ പ്രസംഗിക്കാൻ പോവാം. അപ്പം ഇത് ഞാൻ ഒത്തിരി എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അമ്മയുടെ മുഖം ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ അമ്മമാരുടെ മനസ്സിലെന്താ നമുക്ക് ചിലപ്പോൾ അറിയത്തില്ല, ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ കല്യാണം കഴിച്ചേ, അതുകൊണ്ടാണ്. അപ്പം കല്യാണം കഴിച്ച സമയമാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ പൊക്കോട്ടെ. പോടാ. അമ്മ വരുന്നോ? വരുന്നില്ല. അമ്മയ്ക്ക് എന്താ പറ്റി? അമ്മയ്ക്കൊന്നും പറ്റിയില്ല. എടാ അമ്മ എന്തോടാ? എന്തോ അമ്മേ? ഒന്നുമില്ലടാ, പോ. അപ്പം ഞാൻ പപ്പയും കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് ഇറങ്ങുക. ആദ്യമായിട്ട് കൺവെൻഷൻ പ്രസംഗിക്കാൻ പോകുന്ന ഒരു ജീവിതത്തിൻ്റെ ഒരു സുശേഷനെ സംബന്ധിച്ചോളം കൺവെൻഷൻ പ്രസംഗിക്കുന്ന ഒരു സംഭവമല്ലേ ആദ്യമായിട്ട്. അതല്ലാതെ ഇപ്പോഴും ഒരു അനുഗ്രഹമാണ്. അപ്പം ഞാൻ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അന്നൊരു ജീപ്പും കൊണ്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലങ്ങ് കലുഷിതമായി. എന്താ പറ്റി എൻ്റെ അമ്മയ്ക്ക്? മറ്റേ അമ്മ ഭയങ്കര ലൈവാണ്. അപ്പം ഞാൻ വണ്ടി ഇട്ടിട്ട് കയറി ചെന്നിട്ട് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു ആശയം കിട്ടി. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, അമ്മയുടെ മോനെ ആദ്യമായിട്ടൊരു യോഗത്തിന് പ്രസംഗിക്കാൻ പോലും എൻ്റെ ചക്കരയും ഒന്ന് പ്രാർത്ഥിച്ച് വിട്ടേമേ. ഒരൊറ്റ കരച്ചിലും ഒരു പ്രാർത്ഥനയും. എന്തിനാ ഇങ്ങനെ ഇരുന്നറിയാമോ? അമ്മ ഓർത്തു അമ്മയുടെ മോനെ ആദ്യമായിട്ട് കൺവെൻഷൻ പോലെ അമ്മയുടെ അടുത്ത് എന്ന് പറയും, അമ്മേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. ഈ അമ്മ എന്നാൽ പിന്നെ അങ്ങ് പറഞ്ഞാൽ പോലെ ഇങ്ങോട്ട് വാടാ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെന്ന്. ഇതൊട്ട് പറയത്തുമില്ല. ഇത് പറയാതെ ഞാൻ പോയിരുന്നെങ്കിൽ ഒരു കുഴപ്പം പറ്റിയേനെ. എന്താണെന്നറിയാമോ? ഇത് മുഴുവൻ എൻ്റെ ഭാര്യയുടെ മണ്ടയ്ക്കോട്ട് വീണേനെ. അത് മുഴുവൻ ഇവിടെ ഞാൻ ചെല്ലുമ്പം തിരിച്ച് എൻ്റെ ഇങ്ങോട്ട് വീണേനെ. അത് മുഴുവൻ അങ്ങോട്ട് വീണേനെ. ചുരുക്കത്തിൽ കൺവെൻഷൻ കഴിഞ്ഞ് വരുമ്പോൾ സകല സന്തോഷം പോയേനെ. എന്നോട് ഈയിടയ്ക്കൊരു ഭൂതത്തിൻ്റെ മേൽ ഭയങ്കര അധികാരമുള്ള ഒരാൾ പറഞ്ഞു, ഞാൻ ഈ ഭൂതപരിപാടി നിർത്തി. ഞാൻ ചോദിച്ചു, അതല്ല, ഭൂതത്തെ ഇറക്കി വിട്ടിട്ട് വീട്ടിൽ വരുമ്പോൾ അതിലും വലിയൊരു ഭൂതം ഇങ്ങനെ അടിഞ്ഞാടി വരും. അതുകൊണ്ട് എൻ്റെ പൊന്നു കർത്തദാസന് അതിനെ ശാസിച്ചിറക്കി വിടാം. ഇതിനെ എന്തോ ചെയ്യും?
മറ്റേത് ശ്വാസിച്ചാൽ പോവും, ഇത് ശ്വാസിച്ചാൽ പോകത്തില്ല. അപ്പം ഒരു കാര്യമില്ലാതാണ് ഈ പിശാച് എന്തോ കലക്കുന്നത്, ഭാഷ കലക്കും. ഇതൊരു പരമാർത്ഥമല്ലേ. നമുക്കാകെപ്പാടെ എൻ്റെ ജീവിതത്തിൻ്റെ ഫിലോസഫി തന്നെ ഞാൻ പറയാം. എൻ്റെ ഒരു ലൈഫിനെ ഒത്തിരി ചേഞ്ച് ചെയ്തൊരു ചിന്തയുണ്ടേ. പരമാർത്ഥമായ കാര്യമാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളെല്ലാവരും വീട്ടിൽ പോയി ഒന്ന് വർക്കൗട്ട് ചെയ്യണം. അങ്ങനെ വർക്കൗട്ട് ചെയ്ത് ഒത്തിരി പേർക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ആയുസ് 70, ഏറെയായ 80. ഏറെയാണേ, 80 വരെ പോകണം നിർബന്ധമില്ല. 70, ഏറെയായ 80. കൊളസ്ട്രോളിൻ്റെ ലെവലും ഷുഗറിൻ്റെ പോക്കും ഒക്കെ കണ്ടാൽ എവിടം വരെ പോകുമെന്നുള്ളത് കർത്താവിന് മാത്രം അറിയാം. ഏതായാലും അതിൽ കൂടുതലൊക്കെ ആഗ്രഹിക്കുന്നവർ ഒറ്റ കാര്യം കൂടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോണം, ആരോഗ്യം കൂടെ. ആരോഗ്യത്തോടു കൂടിയോ മുമ്പോട്ട് പോകാവും. ഇല്ലെങ്കിൽ ഭയങ്കര ബോറല്ലേ? ആണോ അല്ലയോ? ആണ്, ഭയങ്കര ബോറാണ്. അപ്പോൾ ആരോഗ്യം വേണം, വേണ്ടേ? ആരോഗ്യമില്ലാത്ത ആയുസ് ഭയങ്കര ദോഷമാണ്. കാരണം നമുക്ക് സമയവും പോകത്തില്ല, വല്ലാത്ത ബുദ്ധിമുട്ടാവും. അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരുണ്ട്. ഏതായാലും 70, ഏറെയായ 80. 80 വരെ നിങ്ങൾ ജീവിച്ചാൽ നമുക്ക് 29,200 ദിവസമുണ്ട് നമ്മുടെ ജന്മം മുതൽ. എങ്ങനെ അറിയാം? 80 × 365, 29,200. ഒരു 29,000 ദിവസമുള്ളൂ നമ്മുടെ ഈ ഭൂമിയിലെ ആയുസ്. അതിനകത്ത് നമ്മളൊരു 27 വയസ്സിലൊക്കെ ആയിരിക്കും കല്യാണം കഴിക്കുന്നത്. അപ്പം നമുക്ക് ആകെപ്പാടെ ഒരാരോഗ്യമുള്ള 40-ന് മുമ്പ് ഇപ്പം മിക്കവരും BP ആവും, കൊളസ്ട്രോൾ ആവും. 40-45 അസുഖങ്ങൾ തുടങ്ങും. അത് BP ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പോഴേ ഡോക്ടർ മരുന്ന് തരും. 3 വർഷം മരുന്ന് കഴിക്കുമ്പോൾ ഷുഗർ കൂടെ തുടങ്ങിക്കോളും. ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ കൂടെ ആയിക്കോളും. അപ്പോൾ അങ്ങനെ ഒരു 50-55 ആകുമ്പോഴത്തേനും മനുഷ്യൻ്റെ എന്ത് കുറയും? ആരോഗ്യമെല്ലാം കുറയും. 55-60 ഇതൊക്കെ ഒരു പരമാർത്ഥമായ കാര്യമാണ്. അല്ലെങ്കിൽ ഡോക്ടേഴ്സിനൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യം. അപ്പോൾ ഈ പണ്ടത്തെ മനുഷ്യർ കുറച്ച് ലൈഫ് സ്പാനും ആരോഗ്യമുള്ള ലൈഫ് സ്പാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനല്ല. എനിവേ പോട്ടെ, ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, എന്നാലും ആയുസിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പം നമുക്ക് ഒരു ഇത്രയും വർഷമുള്ളൂ ഭൂമിയിലെ ജീവിതം. അപ്പോൾ ഉറപ്പായിട്ടും ഇന്ന് ചിന്തിക്കണേ, 45 വയസ്സുള്ള ഒരു ചേച്ചിയുടെ ഭർത്താവിന് ഏറ്റവും കുറഞ്ഞത് ഭർത്താവ് ഒരു 5 വയസ്സെങ്കിലും എന്തായിരിക്കണം? മൂത്തായിരിക്കും നമ്മുടെ നാട്ടുകാർക്കനുസരിച്ച്. ഇനി അതല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരോടും പറയാതിരിക്കുക, പേര് വിളിക്കാതിരിക്കുക. കഴിവതും മനുഷ്യൻ്റെ മുമ്പിൽ വെച്ച് അച്ചാച്ചാന്ന് മാത്രം വിളിക്കുക, അല്ല ചേട്ടാന്ന് വിളിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവുക. ആരോടും പറയരുത്. ഡേറ്റ് ഓഫ് ബർത്ത് ആരും ചോദിക്കത്തില്ലല്ലോ. അപ്പോൾ ഏതായാലും 45 വയസ്സുള്ള ചേച്ചിക്ക് 50 വയസ്സുള്ള അച്ഛന് 5 വയസ്സ് മൂത്തായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി ഒന്നിച്ച് എത്ര നാളുണ്ട്? 30 വർഷം കൂടെ ഉണ്ട്, 80 ആണെങ്കിൽ. പക്ഷേ 30 വർഷം നിങ്ങൾ ഒന്നിച്ചുണ്ടോ? 30 വർഷം. അപ്പോൾ ഒരു കാര്യം, ചേച്ചിക്ക് 75 ആകുമ്പോഴേ അച്ഛൻ 80 ആവും. അപ്പോൾ അപ്പോഴത്തേനും പോവും. അപ്പോൾ 45 ഉള്ള ചേച്ചിക്ക് അച്ഛൻ 50 ആണെങ്കിൽ ഇനി 30 വർഷമേ നിങ്ങൾ ഒന്നിച്ചുള്ളൂ. പേടിക്കണ്ട, ഉള്ളൂ. 3 1 9, 3 6 18, 10,000 ദിവസമേ ഒന്നിച്ചുള്ളൂ. ഈ 10,000 ദിവസം അച്ഛൻ ഗൾഫിലാണെങ്കിൽ അതുമില്ല. വർഷത്തിൽ 3 ദിവസം 30 ദിവസം വെച്ച് വരും, 45 ദിവസം. അങ്ങനെയാണ് ഇനി ഒരു 450 ദിവസമേ ഒന്നിച്ചുള്ളൂ. ഈ ദിവസം ഒരു കാരണവശാലും പിണങ്ങരുത്. പിശാച് നോക്കുന്ന ഈ കൊച്ചായുസിനെ കലക്കിക്കളയും, ഒരു കാര്യമില്ല. അപ്പം ഞാൻ തീരുമാനിച്ചൊരു കാര്യമുണ്ട്. പിണങ്ങുമ്പോൾ ഇത് പഠിപ്പിച്ചപ്പം പിണങ്ങിയാൽ പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, പിണങ്ങണ്ട, പോകണ്ട. കാരണം ഇത്രയും ദിവസമല്ലേ ഉള്ളൂ. അത്രയും ദിവസം ഉള്ളെങ്കിൽ ഒരാളും എന്ത് ചെയ്യത്തില്ല, പിണങ്ങത്തില്ല. അപ്പോൾ ഈ കൊച്ചായുസിനെ കലക്കിക്കളയുന്ന ഒരു ദുഷ്ടശക്തി കുടുംബങ്ങളിൽ കിടന്ന് തേർവാഴ്ച നടത്തുകയും, അതിൻ്റെ പേരാണ് ബാബേൽ ശക്തി. ബാബേൽ ശക്തി. ഇത് സുവിശേഷകരുടെ വീട്ടിലുണ്ട്, ഇത് ഹൈന്ദവ സഹോദരങ്ങളുടെ വീട്ടിലുണ്ട്, ഇത് ഇസ്ലാം സഹോദരങ്ങളുടെ വീട്ടിലുണ്ട്. ഒരു കാര്യവുമില്ലാതെ പ്രിയരെ കുടുംബത്തിൻ്റെ ദിവസങ്ങളെ പിണക്കി കലക്കി നശിപ്പിക്കുന്ന ദുഷ്ടശക്തിയെ ഞാൻ വിളിക്കും ബാബേലിൻ്റെ ശക്തി. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവിടെ ഓടിക്കൂടിയവർക്കൊക്കെ കലക്കവും പിണക്കവും അല്ല ഉണ്ടായത്. അവിടെ ഓടിക്കൂടിയവർക്കെല്ലാം ഭാഷ മനസ്സിലാകാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞങ്ങൾക്ക് സന്ധിയില്ല പോരാട്ടമുണ്ട്. എന്തിനോട്? മനുഷ്യരോടല്ല, എന്നാൽ മനുഷ്യരുടെ കുടുംബങ്ങളുടെ ദിവസങ്ങളെ നശിപ്പിച്ച് തകർത്ത് പിണക്കി അകറ്റി സ്വസ്ഥതയെ കെടുത്തുന്ന ബാബേലിൻ്റെ ശക്തിയോട് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾക്ക് രാത്രി പോരാട്ടമുണ്ട്. ഞാനിത് പറയുമ്പോൾ അത് പ്രിയ ദൈവദാസനെ സത്യമാണെന്ന്
ബോധ്യമുള്ളവർ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ശത്രുവിൻ്റെ തന്ത്രങ്ങളോട് നിങ്ങൾ എതിർത്ത് നിന്നാൽ അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളുടെ ദിവസങ്ങളെ നശിപ്പിച്ച് പിണക്കി വഴക്കുണ്ടാക്കി കുടുംബ പ്രാർത്ഥനയെ കെടുത്തി സ്വസ്ഥതയെ നശിപ്പിച്ച് ആകപ്പാടെ എണ്ണപ്പെട്ട ഈ ഭൂമിയിൽ തമ്പുരാൻ തന്ന ദിവസങ്ങളെ നശിപ്പിക്കുന്ന ദുഷ്ടശക്തി, ബാബേൽ ശക്തി, യേശുവിൻ നാമത്തെ കുടുംബങ്ങളിൽ നിന്ന് രാത്രി വിട്ടുമാറാൻ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറായ എല്ലാവരും ഇന്ന് രാത്രി വിശ്വാസത്തോടെ കരങ്ങളെ ചേർത്തടിച്ച് ആത്മാവിൽ പോരാടിയെന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും സ്വസ്ഥതയെ കെടുത്തുന്ന അന്ധകാര ശക്തിയെ ശബ നഗദന ഹർക്കന ദിഗ നഗദന ഹൂഡബന ഖദന ശബല, എല്ലാവരും പ്രാർത്ഥിച്ചേ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. വളരെ ഗൗരവമായി അത് പലരിലൂടെ കയറി വരും. മക്കളിലൂടെ ആയിരിക്കാം, ഒരുപക്ഷെ നിങ്ങളിലൂടെ ആയിരിക്കാം, ഇത് ആരുമല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന സെർവൻറ്റിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗത്തിൽ കൂടെ കയറി വരും. പ്രിയരെ, യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ ഞങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രിയരെ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവമായിരിക്കും. എന്ന ഒരു കാര്യം പറയാം, ഇതിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ജയമുണ്ടാകും. ഇതിനെ തിരിച്ചറിഞ്ഞ ജയമുണ്ട്. കർത്താവ്, എൻ്റെ കുടുംബത്തിലെ എണ്ണപ്പെട്ട ദിവസങ്ങളെ പിണക്കി കിടത്തി നശിപ്പിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ദിവസങ്ങളെ നശിപ്പിക്കുന്ന ബാബേൽ ശക്തിയിൽ നിന്ന് ഇന്ന് എനിക്ക് മോചനം വേണമെന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അവരെല്ലാം കരമുയർത്തി പ്രാർത്ഥിച്ച് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഭയങ്കര വ്യത്യാസങ്ങൾ ദൈവം തരുന്നുണ്ട്. ഞാനിത് പറഞ്ഞെടുത്തൊക്കെ ഭയങ്കര വ്യത്യാസങ്ങൾ അനേക കുടുംബങ്ങൾ എന്നോട് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഭയങ്കര തിരിച്ചറിവായി നിങ്ങളെ ഒരു കാര്യമില്ലാതെ പിണക്കുന്നു. അത് അമ്മച്ചിയിലൂടാകാം, മരുമകളിലൂടാകാം, നാത്തൂനിലൂടാകാം, പലരിലൂടാകാം. പക്ഷെ എന്തുവാകട്ടെ, ഇന്ന് രാത്രി നിനക്ക് നഷ്ടപ്പെടാൻ ദിവസങ്ങളില്ല. ഈ ഭൂമി കർത്താവ് തന്ന ദിവസങ്ങൾ കർത്താവിനോടൊപ്പം ഹാനോക്ക് നടന്ന് കുടുംബത്തെ ജീവിച്ചതുപോലെ കർത്താവിനോടൊപ്പം കുടുംബത്തെ ജീവിക്കാൻ വേണ്ടി കർത്താവ് തന്ന ദിവസങ്ങളെ നശിപ്പിക്കുന്ന ബാബേൽ ശക്തി. അതാണ് പ്രിയരെ നമ്മൾ കാണുന്നത് 11-ാം അധ്യായത്തിൽ. ആ ബാബേലിൻ്റെ ശക്തി അതെന്ത് കലക്കിക്കളയും? ഭാഷ കലക്കിക്കളയും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്ത് കലക്കും? ഭാഷ കലക്കും. അപ്പോൾ ഭാഷ കലക്കുന്നതിൻ്റെ പിന്നിൽ ആരുണ്ട്? പിശാചുണ്ട്, ബാബേൽ ശക്തിയുണ്ട്. ഞാനതിനെ വിളിക്കുന്നു എന്ത് സ്പിരിറ്റ്? ബാബേലിൻ്റെ സ്പിരിറ്റ്. അതാണ് കലക്കം ഉണ്ടാക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് കലക്കം ഉണ്ടാക്കത്തില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരുമയുണ്ടാകും. സ്തോത്രം ചെയ്തേ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് എന്തുണ്ടാകും? ഒരുമയുണ്ടാകും. ഇന്ന് രാത്രി നിങ്ങളുടെ ഒരുമയെ തകർക്കുന്ന, ഭാഷയെ മനസ്സിലാക്കാതെ കലക്കി വൈരുദ്ധ്യപ്പെടുത്തുന്ന ആ ദുഷ്ടസ്വാധീനത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ കർത്താവിനോട് വളരെയധികം പ്രാർത്ഥിച്ചോണം, വളരെയധികം പ്രാർത്ഥിക്കണം. ബാബേലിൻ്റെ ശക്തി. എന്നാൽ ആ തകർച്ചകൾ ഉണ്ടായ ശേഷം ഭാഷ കലങ്ങുന്നു. അപ്പോഴാണ് ദൈവം ഒരാളെ വിളിക്കുന്നു. ആരെ വിളിച്ചു? അബ്രഹാമിനെ വിളിക്കുന്നു. ആദ്യം വിളിക്കുന്ന തേരഹിനോടൊപ്പമാണ്. അങ്ങനെ അവർ വന്നിട്ട് ഹാരാനി വരെ താമസിക്കുന്നു. തേരഹ് ഹാരാനി വെച്ച് മരിക്കുന്നു. 12-ാം അധ്യായത്തിൽ ദൈവം വീണ്ടും അബ്രഹാമിനെ വിളിക്കുന്നു. അപ്പോൾ വയസ്സ് 75. അങ്ങനെ ദൈവം വിളിക്കുകയാണ്. അബ്രഹാമിൻ്റെ കുടുംബത്തിലൂടെ നമുക്കൊന്ന് പോകാം. അബ്രഹാമിനെയും സാറയും കൂടെ ദൈവം വിളിക്കുന്നു. അപ്പം അബ്രഹാമിനെ വിളിച്ചപ്പോൾ ആരുമുണ്ട് അതിനകത്ത്? സാറയുണ്ട്. ഞാൻ നിന്നെ കാണിപ്പായിരിക്കും, ദേശത്തേക്ക് പോകുക, ഞാൻ നിൻ്റെ പേരെന്താക്കും? വലുതാക്കും, നീ വലിയൊരു ജാതിയാകും. ഇതെല്ലാം പറഞ്ഞ് ദൈവം വിട്ടു. അങ്ങനെ വിട്ട് അവർ പോയെങ്കിലും കുറേ യാത്ര ചെയ്ത് പോയി, യാഗമൊക്കെ കഴിച്ച് കൂടാരമൊക്കെ അടിച്ച് മുന്നോട്ട് പോയി. പക്ഷെ പെട്ടെന്ന് ദേശത്തൊരു ക്ഷാമം ഉണ്ടായപ്പോൾ അബ്രഹാം എവിടെ പോയി? മിസ്രൈമിൽ പോയി. 12-ാം അധ്യായം വായിക്കുന്നവർക്കറിയാം. 12-ാം അധ്യായത്തിൽ അബ്രഹാം എവിടെ പോയി? മിസ്രൈമിൽ പോയി. മിസ്രൈമിൽ പോയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. ഈ മിസ്രൈമിൽ ചെന്നപ്പം ഈ അന്നത്തെ രാജാക്കന്മാർ സൗന്ദര്യമുള്ളവരെയൊക്കെ ഇഷ്ടമുള്ളവരെ വിളിക്കുക. അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. കിരീടം ഭയങ്കര തേർമാഴ്ച നടത്തുന്ന ഫറവോ രാജാക്കന്മാർ. അപ്പോൾ അവർ ഈ സ്ത്രീ സാറ സുന്ദരി എന്ന് കണ്ടു. അപ്പം ഫറവോനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവളെൻ്റെ ആരാണ്? പെങ്ങളാണെന്ന് പറഞ്ഞു. 20-ാം അധ്യായത്തിൽ അതിനൊരു കാരണം നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും ഇതേ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പറയുന്നു, അവളെൻ്റെ പെങ്ങളാണോ? ആണ്. എൻ്റെ അപ്പൻ്റെ മോളാണ്, പക്ഷേ എൻ്റെ ആളല്ല, അമ്മയുടെ മകൾ, അർത്ഥ സഹോദരി. അന്നത്തെ ഒരു കഷ്ടം. ആ കഷ്ടത്തിൽ ഇവളെൻ്റെ ഭാര്യയാണോ? ആണ്. പെങ്ങളാണോ? പെങ്ങളാണ്. അപ്പം രണ്ടുമാണ്. പക്ഷേ ഒരു വിശുദ്ധ കള്ളം. അങ്ങനെ സാറ എവിടെ പോയി? ഫറവോൻ്റെ കൊട്ടാരത്തിൽ പോയി. പക്ഷേ ഈ കൊട്ടാരത്തിൽ പോയത് കൊണ്ടൊരു പ്രശ്നമുണ്ടായി. 17-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി നിമിത്തം യഹോവ ഫറവോനെയും അവൻ്റെ കുടുംബത്തെയും അത്യന്തം ദണ്ഡിപ്പിച്ചു. 12-17. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി നിമിത്തം യഹോവ ഫറവോനെയും അവൻ്റെ കുടുംബത്തെ എന്ത് ചെയ്തു? അത്യന്തം ദണ്ഡിപ്പിച്ചു. അപ്പം ഈ അപരൻ്റെ ഭാര്യ ഫറവോൻ്റെ വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് ഫറവോൻ്റെ വീട്ടിൽ നിന്ന് എന്ത് മാറി?
ഞാനൊരു രോഗത്തിന് വേണ്ടി ബ്ലഡ് കൗണ്ട് കൂടി നിൽക്കുന്ന അരോഗവാനായ ഒരു കുഴപ്പമില്ലായിരുന്നു ചെറുക്കൻ പെട്ടെന്ന് ബ്ലഡ് കൗണ്ട് കൂടുന്നു, അപായകരമായ ഒരു ബ്ലഡ് കൗണ്ട് കൂടുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ മാറ്റം വരണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, 100% എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ അല്ലാതെ മറ്റൊരു സ്ത്രീയില്ല, എനിക്ക് ആരുമായിട്ട് ഒരു ബന്ധവും ഇല്ല, ഞാൻ വളരെ ആ കാര്യത്തിൽ എനിക്ക് ദൈവസന്ധി പ്രാഗൽഭ്യം. അപ്പം പിന്നെന്താ കർത്താവ് അങ്ങനെ പറഞ്ഞത്? അപ്പം ഞാൻ സമ്പാദിച്ചു ആത്മാവിൽ, ഞാൻ അവനോട് ഇടപെട്ടു, ആ വ്യക്തിയുമായിട്ട് ആത്മാവിൽ നമ്മൾ സംസാരിച്ച് ദൈവം തന്ന ദൂതുകളെ കൈമാറുമ്പോൾ പറഞ്ഞു, അങ്ങനെയല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, ഭാര്യ വേറൊരു പെൺകുട്ടി വീട്ടിൽ ഇല്ലെങ്കിലും നിൻ്റെ ഫോണിൽ ആവശ്യമില്ലാത്ത വല്ല പെൺപിള്ളാരുടെയും ഫോട്ടോ ഉണ്ടോ? അപ്പം പറഞ്ഞു അതൊക്കെ ഉണ്ട്, അത് മതി ദണ്ഡനം വരാൻ. അപ്പം ഞാൻ പറഞ്ഞു അതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് മുഴുവൻ ഡിലീറ്റ് ചെയ്ത് തീരുമാനിച്ചപ്പോൾ ബ്ലഡ് കൗണ്ട് നോക്കിയപ്പോൾ കൂടി നിന്നത് കുറയുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ആവശ്യമില്ലാത്തത് എന്തെങ്കിലും വീട്ടിൽ കയറിയാൽ ആ വീട്ടിൽ നിന്ന് ദണ്ഡനം മാറത്തില്ല. ഒരു കാര്യം ഓർത്തണം, ചെറുപ്പക്കാരെ, അകാലത്തിൽ വാർദ്ധക്യമാക്കുന്ന ഒന്നാണ് ഇന്ന് കാണുന്ന മ്ലേച്ഛതകൾ. വളരെ ഞങ്ങളിത് പറഞ്ഞില്ല പിന്നെ ആരാ പറയുന്നത്? ഭൂമിയുടെ വലിയൊരു ഒരു ഭയങ്കര അപകടകരമായ ഒരു പ്രവണതയിലേക്ക് പോവുകയാണ്. മ്ലേച്ഛതകൾ കാണാൻ ആർക്കും ലൈസൻസ് ആകുന്ന ഒരു കാലം. കാരണം അവനവൻ്റെ സ്വന്തം ഫോണിൽ ഇഷ്ടം പോലെ കണ്ട് രസിക്കുമ്പോൾ ഓർത്തോണം, അകാലത്തിൽ രോഗിയായി പോകും. ഒരു കാരണവശാലും ഇങ്ങനെയുള്ളത് ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നാൽ ദൈവം നിനക്ക് രോഗസൗഖ്യവും ആരോഗ്യം തരും. പൂർണ്ണ വാർദ്ധക്യത്തിൽ കറ്റയടുക്കി വെച്ചതുപോലെ കർത്താവിൻ്റെ സന്ധി പ്രവേശിപ്പാൻ ഇടയാക്കും. അകാലത്തിൽ പൊലിപ്പിച്ച് അകാലത്തിൽ വാർദ്ധക്യം വരുത്തി വെച്ച് രോഗത്തിന് അട്ടിമയാക്കി പെട്ടിക്കകത്ത് നിന്നെ ഒടുക്കി കട്ടിലേക്ക് കിടത്തണം എന്നുള്ളതാണ് പിശാചിൻ്റെ പദ്ധതി. അതിനാണ് പിശാച് ഇങ്ങനത്തെയുള്ള മ്ലേച്ഛതകളുടെ സ്പിരിറ്റുകൾ കൊണ്ടിടുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അതല്ല. നീ ആരോഗ്യത്തോടെ ഇരുന്ന് കുടുംബത്തിൽ ജീവിച്ച് രോഗസൗഖ്യവും ആരോഗ്യവും പ്രാപിച്ച് ഹല്ലേലൂയ ദീർഘായുസ്സോടെ തൃപ്തിപ്പെട്ട് മക്കളുടെ മക്കളെയും കണ്ട് കർത്താവിൽ ആനന്ദിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പദ്ധതികൾ എൻ്റെ വീട്ടിൽ മതി, അതിന് വിരുദ്ധമായിട്ടുള്ളത് ഒന്നും വേണ്ട കർത്താവേ എന്ന് തീരുമാനിക്കാൻ താല്പര്യമുള്ളവരൊക്കെ കരമുയർത്തി കർത്താവിനോടൊന്ന് പറഞ്ഞ്, കർത്താവേ മ്ലേച്ഛതകളൊന്നും വീട്ടിൽ കയറരുത്. എന്ത് പറ്റുമെന്നറിയാമോ? ദണ്ഡനം വരും. ദണ്ഡനം. ഫറവോന്റെ വീട്ടിൽ നിന്ന് എന്ത് മാറിയില്ല? ദണ്ഡനം മാറിയില്ല. ഒറ്റ കാര്യം, ആരുണ്ടായിരുന്നത് കൊണ്ട്? സാറാ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ദണ്ഡനങ്ങൾ വരാൻ കാരണമായ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരുപക്ഷെ ബന്ധങ്ങളായിരിക്കത്തില്ല, പക്ഷെ അതിലും വലിയൊരു ബന്ധനമാണ് മ്ലേച്ഛതകൾ കാണുന്നത്. കർത്താവേ ജയം തരണമേ എന്ന് പ്രാർത്ഥിച്ചോണേ, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോണേ. കർത്താവേ ജയം തരണം. എന്തിനാ? അകാലത്തിൽ നിന്നെ വാർദ്ധക്യപ്പെടുത്തി അകാലത്തിൽ രോഗിയാക്കി കട്ടിലേക്ക് കിടത്തി. വീണ്ടും കർത്താവ് പറയുന്നത്, കട്ടിലേക്ക് കിടത്തി രോഗിയാക്കി ഒന്നിനും കൊള്ളാത്തവനാക്കി ചപ്പും ചവറുമാക്കി നിന്നെ ഒതുക്കാനാ പിശാചിൻ്റെ പദ്ധതി. അവൻ വന്നത് മോഷ്ടിക്കാൻ. ആരോഗ്യം മോഷ്ടിക്കും, ബന്ധത്തെ മോഷ്ടിക്കും, ദിവസങ്ങളെ മോഷ്ടിക്കും. എന്നാൽ എൻ്റെ കർത്താവ് വന്നത് ജീവൻ തരുവാനും അത് സമർത്ഥ്യമായി തരുവാനും. കരങ്ങളെ ചേർത്തടിച്ച് ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചേ. ആരും ഇന്ന് രാത്രി വെറുതെ ഇരിക്കരുത്. എൻ്റെ യേശു വന്നത് മോഷ്ടിക്കാനല്ല. പിശാച് വന്ന ഈ കലക്കം വന്ന് നിന്റെ എണ്ണപ്പെട്ട ദിവസങ്ങളെ മോട്ടിച്ചോണ്ട് പോകും, എണ്ണപ്പെട്ട സന്ധ്യകളെ മോട്ടിച്ചോണ്ട് പോകും, എണ്ണപ്പെട്ട രാത്രികളെ മോട്ടിച്ചോണ്ട് പോകും, എണ്ണപ്പെട്ട ദിവസങ്ങളെ മോട്ടിച്ചോണ്ട് പോകും. എന്നാൽ എൻ്റെ യേശു വന്നാലോ ആ എണ്ണപ്പെട്ട ദിവസങ്ങൾക്കകത്തേക്ക് ജീവൻ വരാൻ തുടങ്ങും. എന്ത് ജീവൻ? സമർത്ഥമായ ജീവൻ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ.